ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഇവയിൽ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് കർത്താവിനെയാക്കുന്നതിനെ സ്തുതിക്കുന്നു. കേട്ട അനുഗ്രഹീതമായിരിക്കുന്ന സാക്ഷ്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ആവശ്യമായിരിക്കുന്ന കൃപ എല്ലാവർക്കും നൽകട്ടെ. നാം ഓർത്തതുപോലെ നാം അറിയുന്നവരും അറിയാത്തവരുമായി നമ്മുടെ ഭാരതത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിൽ കർത്താവിന് വേണ്ടിയും അവർ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടിയും ത്യാഗം സഹിച്ച് നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. ചിലരെയൊക്കെയെങ്കിലും പോയി കാണാൻ ചിലർക്കെങ്കിലും ഇടയാകുന്നു എന്നുള്ളത് കാണുന്നവരുടെയെങ്കിലും വിശ്വാസ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമാണ്. അവരത് ഇവിടെ പറയുമ്പോൾ നാം മിനിമം നമ്മുടെ ഉത്തരവാദിത്തം, പക്ഷെ നമുക്ക് അവരെല്ലാം അറിയില്ലെങ്കിലും ആ സംസ്ഥാനത്തെയും അവിടെ അധ്വാനിക്കുന്ന ദൈവദാസന്മാരെയും വിശ്വാസികളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ള പ്രാഥമികമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. മിനിമം പൗലോസ് പറയുന്നുണ്ട്, ലവോദിക്കയിലുള്ളവർക്ക് വേണ്ടിയും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. ലവോദിക്കയിലുള്ളവരെ പൗലോസ് പലരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ശരീരത്തിൽ താൻ ജീവിച്ചിരിക്കുമ്പോൾ പൗലോസ് ഒരിക്കൽ പോലും കാണാത്ത ധാരാളം ആളുകളുണ്ട്. പൗലോസിനെ കണ്ടിട്ടില്ലാത്തതായിരിക്കുന്ന ആളുകൾ പല സ്ഥലങ്ങളിലായിരുന്നു. പക്ഷെ പൗലോസ് പറയുന്നത്, അങ്ങനെ ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്തവരെ ഓർത്തും ഞാൻ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ ഒരു വലിയ കാര്യം നമുക്ക് എടക്കര സഭയ്ക്ക് നിവർത്തിക്കാനായിട്ട് കഴിയും. മാത്രമല്ല, ദൈവം നമുക്ക് നൽകുന്നതായിരിക്കുന്ന ഭൗതികമായ നന്മകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി ഏൽപ്പിക്കുവാനുള്ളതായിരിക്കുന്ന വലിയ ഉത്തരവാദിത്വവും നമുക്കുണ്ട് എന്നുള്ളത് നാം ഒരിക്കലും വിസ്മരിക്കുവാൻ പാടുള്ളതായ കാര്യങ്ങളല്ല. നമുക്കൊരു പക്ഷേ പല സുവിശേഷകന്മാരെയും അറിയാമായിരിക്കാം. നാം അവരെ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ സമൃദ്ധിയായി അവർ ജീവിക്കുന്നവരായിട്ട് നമുക്ക് തോന്നാം. അത് ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന നന്മകൾ തന്നെയാണ്, സംശയമില്ല. എന്നാൽ പല ദൈവദാസന്മാരുടെയും ജീവിതത്തിൻ്റെ ആരംഭം നാം പഠിക്കാൻ ശ്രമിച്ചാൽ കഷ്ടതയുടെ തീച്ചൂടയിൽ കൂടെ കടന്നുപോയി വർഷങ്ങളോളം ബുദ്ധിമുട്ടും കണ്ണുനീരും പട്ടിണിയും അനുഭവിച്ച് വയറ് മുറുക്കി ഉടുത്ത് ആത്മാക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്തതിൻ്റെ റിസൾട്ടായി ദൈവം അവരെ അനുഗ്രഹിച്ചതാണ്. പലപ്പോഴും നമ്മളിത് പ്രസന്റലി അവരെങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് എന്തെങ്കിലും ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. പ്രിയമുള്ളവരെ, അവർ ഒരു നാളിൽ കർത്താവിന് വേണ്ടി അവർ വിശ്വാസത്തിന് വേണ്ടി നിലനിന്നതിൻ്റെ പരിണിത ഫലങ്ങളായിട്ട് ദൈവം ചിന്തിക്കുന്ന നന്മകളാണ്. അതുകൊണ്ട് ഒരിക്കലും നാം കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ആരെയും നാം തുച്ഛീകരിച്ച് കാണുവാനായിട്ട് നമുക്ക് ഇടയാകാതിരിക്കട്ടെ. അവർ ഏത് സംസ്ഥാനത്തിലായിക്കൊള്ളട്ടെ, അത് നാം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ആ സമയത്തോട് പ്രാർത്ഥിക്കാം. കുഞ്ഞോഞ്ചാൻ പോകാനിടയായി മക്കളോട് ഉള്ളതുകൊണ്ട് പലപ്പോഴും വടക്കേന്ത്യ സംസ്ഥാനങ്ങളിലേക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് പലരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇനിയെങ്കിലും ഒരു ആത്മാവിന്റെ നടത്തിപ്പ് ചിലർക്കെങ്കിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാല് നിങ്ങൾ അറിയുന്നത് പോലെ ഞങ്ങൾക്കും കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്നലെ വരെ മലബാറിൻ്റെ 5 ജില്ലകൾ വിസിറ്റ് ചെയ്യുവാനുണ്ടായിരിക്കുന്ന ഒരു അവസരമുണ്ടായി. ചില നാളുകൾക്ക് മുൻപേ ഞങ്ങളുടെ മനസ്സിൽ വന്ന ഒരു ചിന്തയാണ്. എന്നാൽ ആ കാര്യങ്ങളൊന്ന് ക്രോഡീകരിച്ച് നമുക്ക് ഒരുമിച്ചായിരിക്കാനായിട്ടുള്ള അവസരം ലഭിക്കാൻ നമുക്ക് ഇച്ചിരി ലേറ്റായിരുന്നു. പക്ഷെ എല്ലാം ദൈവം അതിൻ്റെതായിരിക്കുന്ന കറക്റ്റ് സമയത്താണ് ചെയ്തത്. ഈ ദിവസങ്ങളിൽ എനിക്കും രാജാനും ബിജുവിനും ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങനെ ഒരു പ്രവർത്തനം ക്രമീകരിക്കാനും യാത്ര ചെയ്യുവാനും അനേകരെ കാണുവാൻ, പുതിയ ജനരെ പരിചയപ്പെടാൻ, പുതിയ ജന രോഗികളെ കാണാൻ, വിവിധ നിലകളിൽ അവർക്കൊരു ആശ്വാസമായി നിൽക്കാനായിട്ട് ദൈവം ഇടയാണ്. ഞങ്ങളും വളരെ എൻകറേജ്ഡ് ആയിട്ടാണ് മടങ്ങി വരാനായിട്ട് ഇടയായി തീർന്നത്. എൻകറേജ്ഡ് ആയെങ്കിൽ മാത്രമല്ല, ചില ഭാരങ്ങൾ ഞങ്ങൾക്ക് കൂടുകയും കൂടെ ചെയ്തു. ചിലരുടെയൊക്കെ സാഹചര്യങ്ങൾ കണ്ടിട്ട് യാത്രയിലൊക്കെ ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന കരുണ അനുഭവിക്കാനായിട്ട് ദൈവം ഇടയാക്കി. നിങ്ങൾക്കറിയാം, ഈ ദിവസങ്ങളൊക്കെ വളരെ ശക്തമായിരിക്കുന്ന മഴയാണ്. പോയ സ്ഥലങ്ങളിലൊക്കെ എല്ലാ ജില്ലകളിലും തന്നെ അതിശക്തമായിരിക്കുന്ന മഴയാണ്. ഞങ്ങൾ കടന്നുപോയ ഹൈവേ പാതകളിൽ ആക്സിഡന്റുകൾ കണ്ടു. വണ്ടികളൊക്കെ ഇടിച്ച് തകർന്ന് സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുന്നത് കണ്ടു. കാനയിലേക്ക് മറിഞ്ഞു കിടക്കുന്ന വണ്ടി കണ്ടു. അങ്ങനെ വിവിധ തരമായിരിക്കുന്ന അപകടങ്ങൾ ഞങ്ങൾ കണ്ടു.
പക്ഷെ ദൈവത്തിന്റെ വലിയ കരുണയാൽ ഇന്നലെ ഞങ്ങൾ മടങ്ങി വരുന്നത് വരെ ഞങ്ങളുടെ വാഹനത്തിന് ഒരു ദോഷവും സംഭവിക്കാതെ ടയർ പോലും പഞ്ചറായിട്ടില്ല. ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന കാവൽ ഞങ്ങളുടെ യാത്രയിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്നുള്ള ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇടയ്ക്കിടെയുള്ള നിയമങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ബിജുവിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭം മുതൽ ഇന്നലെ ഇവിടെ വരുന്നത് വരെ ആ വണ്ടി കൈമാറി രാഴ്ചാൻ കൊടുത്തിട്ടില്ല. ബിജു തന്നെയാണ് ആ വാഹനം ഡ്രൈവ് ചെയ്തത്. രാവിലെ തുടങ്ങുന്ന യാത്ര രാത്രി ചിലപ്പോൾ 9 മണി വരെ, ചിലപ്പോൾ 9:30 വരെയൊക്കെ ഞങ്ങൾ യാത്ര ചെയ്തു. ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു പരിപാലനം ആ വിഷയത്തിലും ഉണ്ടായി. ബിജു വളരെ ഹാപ്പിയാണ് ഞങ്ങളോട് യാത്ര ചെയ്ത് അനേക ദൈവമക്കളെ കണ്ട്. താൻ പണ്ട് ഇതുപോലെ ബീഹാറിലൊന്ന് വന്നപ്പോൾ തനിക്കുണ്ടായ ഭാരം മുഖാന്തരയുടെ ചില പ്രവർത്തനങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ടിടയായി നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു വലിയ കാഴ്ചപ്പാട് തന്നിലും ഉണ്ടാകുവാനായിട്ട് ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെയുള്ള യാത്ര വളരെ ക്ഷേമമായി തുടരുവാനായിട്ട് നടത്തുവാനായിട്ട് ദൈവം സഹായിച്ചു. ഞാൻ ചില കാര്യങ്ങൾ മലബാറിനോട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ യാത്രയോടുള്ള ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വടക്കേന്ത്യയെ കുറിച്ച് എപ്പോഴും പറയുന്നുണ്ട്. പലപ്പോഴും വടക്കേന്ത്യ ഒരു വലിയ കോൺസെൻട്രേറ്റഡ് വിഷയമാണെന്നുള്ളൊരു ചിന്ത ഒരു പക്ഷേ ഉണ്ടാകാം. അത് അങ്ങനെ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ മലബാറിൽ യാത്ര ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് ആരംഭിച്ച യാത്ര ഞങ്ങൾ നേരെ മലബാറാണ് ഞങ്ങളുടെ ലക്ഷ്യമെങ്കിലും ഞങ്ങളുടെ യാത്ര ക്രമീകരിച്ച് ഞങ്ങൾ തമിഴ്നാടിൽ കൂടെയാണ്. കൂടുതലും ഞങ്ങൾ വയ്യാതിരിക്കുന്ന ജോയിച്ചാനെ കാണുന്നതായിട്ട് താല്പര്യത്തോടെയാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. പക്ഷേ ഞങ്ങൾ ആരോടും അഡ്വാൻസ് വിളിച്ച് പറയാതെയുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ ചെയ്തത്. അതാത് സ്ഥാനങ്ങളിൽ ചെല്ലുന്നു, എവിടെയെങ്കിലും രോഗികളോട് ആരെങ്കിലും പറഞ്ഞാൽ അവരെയും കൂടെ വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു പോരുന്ന ഒരു രീതിയായിരുന്നു. അതുകൊണ്ട് അഡ്വാൻസ് പറയുമ്പോൾ അവർക്കും ഞങ്ങളെ കരുതാനും ഞങ്ങൾക്ക് ഭക്ഷണം തരാനും ഒക്കെയുള്ള ആരെങ്കിലും ഒരു കാഴ്ചപ്പാട്, ഒരു ഭാരം ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടി ആരോടും അഡ്വാൻസ് എന്നൊന്നും പറഞ്ഞിരുന്നില്ല. ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് അവരെ കണ്ടെത്താൻ വേണ്ടി ഈ സ്ഥലത്തിരിക്കുമ്പോൾ അടുത്ത സ്ഥലത്തേക്കുള്ള ആരെങ്കിലും ആളുകളെ വിളിച്ച് ഞങ്ങൾ ഇൻഫോം ചെയ്യാറുണ്ടായിരുന്നു. സ്ഥലം വഴി കണ്ടെത്താൻ വേണ്ടി മാത്രം. ആദ്യം ഞങ്ങൾ കടന്നുപോയെങ്കിൽ ചോദിച്ചാൽ ഞങ്ങൾ കാണുവാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഇവിടുന്ന് അവിടെ ചെല്ലുന്നതിന് മുമ്പേ രാവിലെ അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോയതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. കൂടല്ലൂർ ഞങ്ങൾ ചെന്ന് കിളിയായത്തെ പ്രായമായിരുന്ന അമ്മച്ചിയെ കണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ജോയിച്ചാന്റെ ഭവനത്തിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടുന്ന് നേരെ വയനാട്ടിലേക്ക് കയറുവാനിടയായി തീർന്നു. അങ്ങനെ വയനാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, പാലക്കാട് ഈ 5 ജില്ലകളാണ് ഞങ്ങൾ ഏകദേശം കുറച്ച് ആളുകളെങ്കിലും ഞങ്ങൾക്കൊന്ന് കാണാനായിട്ട് കഴിഞ്ഞത്. അപ്പൊ ഈ ഭാഗത്തെല്ലാം ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ 5 ജില്ലകളിലും അന്നെല്ലാം പറയാനുള്ള സമയമില്ല, എടക്കര സഭയോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില ബന്ധങ്ങളുണ്ട് ഈ 5 ജില്ലകളിൽ. അത് നമ്മൾ എത്രത്തോളം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവിന് വേല ചെയ്യുന്നവരുണ്ട്, ഇവിടുന്ന് വിവാഹം കഴിച്ച് അയച്ചവരുണ്ട്, ഇവിടേക്ക് വിവാഹം എടുത്തവരുണ്ട്. അങ്ങനെ എടക്കര സഭയോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഈ 5 ജില്ലകളിലും നമുക്കുണ്ട്. അവരെല്ലാം ഞാൻ എഴുതി പറയണമെങ്കിൽ ഒരുപാട് സമയം വരും. അതുകൊണ്ട് ഞാൻ അവരെ വിടുകയാണ്. നിങ്ങൾക്ക് ഏകദേശം അറിയാമെങ്കിൽ ഞാനൊരു രൂപരേഖ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വിസിറ്റ് ചെയ്ത 5 ജില്ലകളിലും എടക്കര സഭയ്ക്ക് ബന്ധപ്പെടാനും എടക്കര സഭയോട് ബന്ധപ്പെടാനും അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ആ ജില്ലയുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയുന്ന കണക്ഷൻസ് നമ്മുടെ അസംബ്ലിയോട് ബന്ധപ്പെട്ടുണ്ട്. ഞാനത് പറയുന്നതിന്റെ കാരണം ദൈവം നമ്മളെ ഒരു പ്രത്യേക നിലയിൽ ഈ മലപ്പുറത്ത് എടക്കര സഭ എന്നുള്ള നിലയിൽ നിലനിർത്തിയിരിക്കുമ്പോൾ നമുക്കുള്ള ഉത്തരവാദിത്തങ്ങൾ കുറച്ചുകൂടെ വലുതാണ് എന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്. അതില് കടന്നുപോയ വഴിയിൽ തന്നെ എല്ലാവരും ഒരുപോലെ എന്താ പറയുക, പ്രാർത്ഥനയ്ക്ക് അർഹരാണെങ്കിലും നമ്മുടെ പ്രോത്സാഹനത്തിനായിട്ടും പ്രാർത്ഥനയ്ക്കായിട്ടും എടുത്തു പറയേണ്ടുന്ന ചില വ്യക്തികളെ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വയനാട്ടിൽ കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ജോസഫ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ആരെങ്കിലും ഒരു സുവിശേഷനുണ്ട്. താൻ ക്യാൻസറിനാൽ ചെറുപ്പമാണ്, എൻ്റെ പ്രായമേ. ഞാൻ അദ്ദേഹം ഒരുമിച്ച് കുറച്ച് നാളുകൾ പഠിച്ചതാണ്. അദ്ദേഹം ഇപ്പോൾ ക്യാൻസറിനോട് ബന്ധപ്പെട്ട് താൻ കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലരുണ്ട്. ഞങ്ങൾ കടന്നുപോയതായിരിക്കുന്ന ചില സ്ഥലങ്ങളിലെ കർത്താവിന്റെ വേല ചെയ്യുന്ന ആളുകളെ ഞാൻ ഓർപ്പിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ പ്രാർത്ഥനയിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ തന്നെ ഓർക്കുന്നത് നന്നായിരിക്കും. അതുപോലെ പോത്തുകെട്ടി നമുക്കറിയാം, സന്തോഷപൂർവ്വം അറിയാം, പലർക്കും അറിയാം, എല്ലാവർക്കും ഒരു പക്ഷേ അറിയത്തില്ലായിരിക്കാം. വയനാട്ടിൽ പോത്തുകെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് താൻ 31 വർഷമായിട്ട് കിടക്കയിലാണ്. താൻ വീണതാണ്. കഴിഞ്ഞ 31 വർഷമായിട്ട് താൻ കിടക്കയിലാണ്. തൻ്റെ അമ്മയാണ് കൂടെ ഉള്ളത്. ഞങ്ങൾ കണ്ടത് അമ്മേനെയാണ്.
നമുക്ക് എത്രത്തോളം ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ, ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ ഒറ്റയ്ക്ക് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ എന്തുമാത്രം അസ്വസ്ഥതകളാണ് നമുക്ക്. നമുക്ക് ഭാര്യ കൂടെയില്ല, അല്ലെങ്കിൽ ഭർത്താവ് കൂടെയില്ല, അല്ലെങ്കിൽ മക്കൾ കൂടെയില്ല, എന്തെല്ലാം തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. മാനസികമായ എന്തെല്ലാം സംഘർഷങ്ങളാണ്. കഴിഞ്ഞ 31 വർഷമായിട്ട് കിടക്കയിൽ കഴിയുന്ന ഒരു സഹോദരന്റെ മാനസിക അവസ്ഥ എന്തായിരുന്നു? ദൈവകൃപയിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ആത്മീയ കാഴ്ചപ്പാട് കൊണ്ട് വീൽ ചെയറിലാണെങ്കിലും അദ്ദേഹം പുറത്തു പോവുകയും സഭയുടെ എല്ലാ മീറ്റിങ്ങുകളും തന്നെ താൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. താൻ പറഞ്ഞ ഒരു വാക്ക്, താൻ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഏതാണ്ട് 2000-ലധികം തന്നെ പോലെ കിടപ്പിലുള്ളതായിരിക്കുന്ന ആളുകളുമായിട്ട് തനിക്ക് കോണ്ടാക്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫോണിൽ കൂടെ തനിക്ക് കോണ്ടാക്ട് ഉണ്ട്. പലരോടും താൻ സുവിശേഷം പറയുന്നുണ്ട്. ആ നിലയിൽ എന്ന് പറഞ്ഞാൽ തന്നെ പോലെ തന്നെ കിടപ്പിലായിരിക്കുന്ന ഇന്ത്യയിലുള്ളതായിരിക്കുന്ന ഏകദേശം 2000 അല്ല, തനിക്ക് കോണ്ടാക്ടുള്ള നമ്പർ ആവുന്നത് 2000-ലധികം വരുന്ന ആളുകളുമായിട്ട് തനിക്ക് പേഴ്സണൽ ബന്ധങ്ങളും അവരോട് സുവിശേഷം പറയുന്ന രീതിയുണ്ട്. അതിൽ താൻ പറഞ്ഞത് കേരളത്തിൽ തന്നെ 80 പേരെ താൻ വിസിറ്റ് ചെയ്യും. ഈ വയ്യാത്ത സ്ഥിതിയിലും അങ്ങനെയുള്ള കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 80 ആളുകളെ താൻ വിസിറ്റ് ചെയ്യും നേരിട്ട്. നമ്മുടെ അവസ്ഥ എന്താ? ഇടയ്ക്ക് നമ്മളെ കുറിച്ച് ഒന്ന് ചിന്തിക്കണമല്ലോ. നമുക്ക് ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ എന്തെല്ലാം കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയാണ് നമ്മൾ പറയുന്നത് പരാതിയായിട്ട്. എന്നാൽ 31 വർഷമായിട്ട് കിടപ്പിലുള്ള ഒരു മനുഷ്യൻ തനിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ലിമിറ്റഡ് സാഹചര്യം വെച്ച് അങ്ങനെയുള്ള 80 രോഗികളെ താൻ പോയി കണ്ടു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരോട് സുവിശേഷം പറഞ്ഞു. അതിൽ ചില വിശ്വാസികളുണ്ടായിരിക്കാം, നമുക്ക് പക്ഷെ അവരെ അറിയില്ല. അവരൊക്കെ പ്രാർത്ഥന അർഹിക്കുന്നു എന്നുള്ളത് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊരു സഹോദരൻ ഞങ്ങള് കണ്ണൂർ ചെന്നപ്പോ ഇവിടെയൊക്കെ പരമേശ്വരം വന്നിട്ടുള്ളതാണ് ബാലസംഘത്തോട് ബന്ധപ്പെട്ട്. നമ്മുടെ ബാലയമാരുണ്ടായിരുന്ന സോമർ സഹോദരന്റെ മരുമകനാണ് സന്തോഷ് ഗിൽബർട്ട്. താങ്കളെ ചെറുപ്പമാണ്, എന്റെ പ്രായം കൊണ്ട് തനിക്കില്ല. എന്നെ സംബന്ധിച്ച് ഒരു 6-7 വയസ്സിന്റെ വ്യത്യാസം താഴെയാണ്. ഞങ്ങള് അത് അറിയത്തില്ലായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളവിടെ ഇരിട്ടി ഭാഗത്ത് ചെന്നപ്പം അന്ന് രാവിലെയാണ് വിഷയം അറിയുന്നത്. താൻ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് സുഖമില്ലാതിരിക്കുകയാണ്. തന്റെ അസുഖം എന്ന് പറയുന്നത് തനിക്ക് ഞരമ്പ് സംബന്ധമായിരിക്കുന്ന ഒരു പ്രയാസമുണ്ടായി, ഞരമ്പ് ചുരുങ്ങുന്ന ഒരു അസുഖമാണ്. ഇപ്പോഴത്തെ തന്റെ അവസ്ഥ എന്ന് പറയുന്നത് തന്റെ ഭാര്യയോ മറ്റാരെങ്കിലും സഹായിക്കാതെ തനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല, ബാലൻസ് ഇല്ല. വളരെ ചെറുപ്പം ബാലസംഘത്തിനും മറ്റു കാര്യങ്ങൾക്കും വൈകിപ്പിനൊക്കെ വളരെ നാളുകൾ ഓടി നടന്ന് അധ്വാനിച്ച ഒരു സഹോദരന്റെ സ്ഥിതി ഇതാണ്. എന്ത് പറയാൻ പറ്റുമോ അവരെ കണ്ടിട്ട്? സാരമില്ലെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പറയാനുള്ള ആശ്വാസവാക്കുകൾ പറയാമെന്നുള്ളതല്ലാതെ നമുക്കൊന്നും പറയാനായിട്ടില്ല. തന്റെ ഭാര്യ തന്നെ പിടിച്ചാണ് റൂമിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ടുവന്നത്. സംസാരത്തിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതിനൊരു ട്രീറ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ് കേരളത്തിലെ നിഗമനം. തന്നോട് പറഞ്ഞിരിക്കുമ്പോൾ TMലെ ഏതോ ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിലാണ്, തിരുവല്ലയിലെ ഒരു ട്രീറ്റ്മെന്റിലാണ് താനുള്ളത്. അപ്പൊ അദ്ദേഹത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നീട് നമുക്കറിയാം, നമ്മുടെ ഇടക്കര സഭയിൽ തന്നെ പോയിരിക്കുന്ന ദേവദാസനാണ് MC ജോണിച്ചായ. ഇവിടുത്തെ പഴയ ആളുകൾക്കൊക്കെ അറിയാം. അമ്മാമ്മയെ നിങ്ങൾ കണ്ടു, 80 വയസ്സിന് മേളിലുണ്ട്. ഞാൻ അവരുടെ ഒരു പാട്ടിന്റെ ശകലം എനിക്കറിയത്തില്ല, EBA ഗ്രൂപ്പിൽ ഇട്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്റെ സ്റ്റാറ്റസ് ആയിട്ട് ഞാൻ കുറച്ച് സമയത്തേക്ക് ഇട്ടിരുന്നു. ഇവിടുന്ന് പോയതായിരിക്കുന്ന ഒരു ദേവദാസനാണ്. മലബാറിന്റെ മേഖലകളിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ PM ആച്ചാനോട് ചേർന്ന് അധ്വാനിച്ച് ഇന്ന് അവർ 2 പേരും ക്ഷീണിതരായിട്ടിരിക്കുന്നു. ജോണിച്ചായന് കണ്ണിന്റെ ഓപ്പറേഷൻ റീസെന്റ് നടന്നിരിക്കുന്നു. അമ്മാമ്മയ്ക്ക് ഞങ്ങൾ ചെന്നപ്പോൾ കസാരാൻ എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവർ 2 പേരും കഴിയുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പോരാൻ നേരം ഞങ്ങളെന്നാ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞൊരു പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ അമ്മാമ്മ പറഞ്ഞു, നിക്ക് പാട്ട് പാടാൻ വരട്ടെ. കാരണം അമ്മാമ്മ പണ്ട് മുതലേ ഹാർമോണിയം വായിക്കുന്നതാണ്. പുള്ളിക്കാരത്തി ആ ഹാർമോണിയത്തിന്റെ മുന്നിൽ എപ്പോഴും ഇരിക്കുന്നു രാവിലെ മുതൽ. ആ പുള്ളിക്കാരത്തി സ്വന്തം അവിടെ ഇരുന്ന് പാടും, വായിക്കും. അങ്ങനെയൊക്കെ പ്രത്യാശയോടുകൂടെ കഴിയാണ് അവർ 2 പേരുടെ. അപ്പോഴാണ് പുള്ളിക്കാരത്തി നമുക്ക് ഹാർമോണിയം വായിച്ച് പാടാമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു പാട്ട് പാടി. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുക്കേണ്ട ഒരു ശകലമാണ് ഞാൻ ഇതിനകത്ത് ഇട്ടത്. അത് ഞാനെൻ്റെ സ്റ്റാറ്റസിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് റെസ്പോണ്ട് ഉണ്ടായി. ഒരുപാട് പേര് എനിക്ക് എന്നെ വിളിച്ചു, മെസ്സേജ് അയച്ചു. രായ്ച്ചാൻ അത് കുറച്ച് നേരം സ്റ്റാറ്റസ് ആക്കിയിട്ട് രായ്ച്ചാനെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്ത് എന്നോട് ഒരാൾ പറഞ്ഞു, എനിക്ക് ആ അമ്മച്ചി ഒന്ന് കാണണം, തൃശ്ശൂരുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ക്ഷീണിതരായിരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ഇടക്കൽ സമയത്ത് പോയവരാണ്. നമ്മൾ എത്ര പ്രാവശ്യം MC ജോണിച്ചാനെ ഓർത്തിട്ടുണ്ടല്ലേ, ഓർക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ സമയത്ത് പോയത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുപോലെ ഞങ്ങൾ കാസർഗോഡ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പരിചയപ്പെട്ട ഒരു സഹോദരനാണ് ബേബി എന്ന് പറയുന്ന സഹോദരൻ. തനിക്കും ക്യാൻസറിന്റെ അസുഖമാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഞാൻ 1-2 പേരെ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ താൻ അവിടെ ഇരുന്നുകൊണ്ട്
തനിക്ക് പറ്റുന്ന നിലയിൽ മറ്റുള്ളവരിലേക്ക് സുവിശേഷത്തിന്റെ വാക്യങ്ങൾ താൻ എത്തിക്കുന്നത്. വളരെ ക്രിസ്തീയ സന്തോഷം അനുഭവിക്കുന്ന ഒരു സഹോദരൻ. താനുമായിട്ട് അല്പസമയമാണ് ചെലവഴിക്കാനായിട്ട് പറ്റിയത്. താൻ ആ നിലയിൽ അങ്ങനെ തുടരുന്നു. കാസർഗോഡ് ജില്ലയിൽ വേറെയും പലരുണ്ട്, പലരെയും നിങ്ങൾ കണ്ടു. പിന്നെ കോഴിക്കോടേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചാൽ സുഖമില്ലാതിരിക്കുകയാണ്. ഞാൻ കാണാൻ ആഗ്രഹിച്ചെങ്കിൽ തനിക്ക് എന്തോ ചെറിയ അസൗകര്യം ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ അറിയിച്ചുകൊണ്ട് അവിടെ പോകാനായിട്ട് പറ്റിയില്ല. പിന്നെ ഞങ്ങൾ MI തോമസ് ഞങ്ങൾ പുതുപ്പാടിയിൽ പോയി കണ്ടു. താൻ പ്രായത്തിൽ ക്ഷീണിതനായിട്ട് ഇരിക്കുന്നു. കഴിഞ്ഞ ദീർഘനാളുകൾ താൻ വളരെയധികം കർത്താവിന് വേണ്ടി അധ്വാനിച്ച മനുഷ്യനാണ്. അവിടെ കുറേ സമയങ്ങൾ ചെലവഴിച്ചു. അതുപോലെ നമ്മുടെ ഇവിടുന്ന് വിവാഹം ചെയ്ത് അയച്ച ഒരു സഹോദരി പേരാമ്പ്രയുണ്ട്. എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. നമ്മുടെ ചുങ്കത്രയുള്ള ജയൻകുട്ടിച്ചായന്റെ വൈഫിന്റെ അനിയത്തിയാണ് KD ജെയിംസ് പേരാമ്പ്ര. അവരുടെ ഉൾപ്പെടെയാണ് താമസം കൊണ്ടിരുന്നത്. ഇവിടെയുള്ള കുറേ ആളുകൾക്കറിയാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ആളുകൾ എല്ലാ ജില്ലകളിലും എടക്കര സഭയോട് ബന്ധപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ഒന്ന് വിളിക്കാനും കാണാനും പ്രാർത്ഥിക്കാനും, അവരെ കർത്താവിന്റെ വേല ചെയ്യുന്നു, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സഹായങ്ങൾ സഭയായിട്ടാകട്ടെ വ്യക്തിപരമായിട്ടാകട്ടെ ആ വേലയോടുള്ള ബന്ധത്തിൽ നമുക്ക് സഹകരിക്കാനുള്ള വലിയ ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുകയാണ്. മറ്റൊന്ന്, പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ ജോർജ് വീണ്ടും അച്ഛനെ ഞങ്ങൾ കണ്ടു. താൻ കളികനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ക്ഷീണിതനാണ്. തൻ്റെ കാലിലെ പ്രയാസം കാരണം തന്നെ നടക്കാനൊന്നും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുപോലെ ഞങ്ങൾ എന്താ പറയുക, കണ്ണംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് വടക്കഞ്ചേരിക്കടുത്ത് PJ തോമസ് എന്ന് പറഞ്ഞായിരിക്കുന്ന ഒരു സുവിശേഷകനെ ഞങ്ങൾ അവസാനമായിട്ട് കണ്ടത്. ഇവിടുത്തെ നമ്മുടെ ബാബുഷാന്റെ മകൻ ജിജുവിന്റെ ഫാദറിലൂടെ താൻ വളരെ നാളുകൾ ഞങ്ങളുടെ കണ്ണൂർ ഭാഗം, ഞാൻ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വരുന്ന സമയത്ത് കണ്ണൂരിന്റെ മലകളെല്ലാം കയറി ഇറങ്ങി ഒരുപാട് അധ്വാനിച്ച ഒരു ദൈവദാസൻ. തനിക്ക് അവസ്മാരത്തിന്റെ ഒരു അസുഖമുണ്ട്, അന്നുകൊണ്ട് അത് ഇപ്പോഴും തുടരുന്നുണ്ട്. നിൽക്കുന്ന മുൻപിൽ തന്നെ താൻ വീഴുന്ന ഒരു രീതിയാണ്. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, എല്ലാ ക്യാമ്പിനും പുള്ളി വരും, എല്ലാ മീറ്റിങ്ങുകളിലും പുള്ളി സംബന്ധിക്കും. വിശ്വാസികളുടെ നടുവിലായിരിക്കും ചിലപ്പോൾ എടുത്തടിച്ച് പുള്ളി വീഴുന്നത്. ഉടനെ ഞങ്ങൾ കത്തിയും താക്കോലും ഒക്കെ ആയിട്ട് ഓടിപ്പോകുന്ന രംഗങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. തന്നെ ഇതിനെ കാണാനായിട്ട് കഴിഞ്ഞു. ഇതൊക്കെ ഞങ്ങളെ ഹൃദയം, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഹൃദയഭേദകമായ ഒരു കാഴ്ച ഇന്നലെ സംഭവിച്ചത്. വാൽക്കുളം എന്ന് പറയുന്ന സ്ഥലത്തൊരു ദേവദാസനുണ്ട്, ജെയിംസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഏതാണ്ട് 40-ലധികം വർഷമായിട്ടാണ് അവിടെ കർത്താവിന്റെ വേല ചെയ്യുന്നത്. ഞങ്ങൾ ചെന്നപ്പോ അപ്പച്ചൻ അവിടെ കയറിയിരിക്കുകയാണ്, അമ്മാമ്മ അവിടെയുണ്ട്. പഴയ ഒരു സഭാഗോൾ, ആ സഭാഗോളിലാണ് അവർ താമസിക്കുന്നത്. പുതിയൊരു സഭാഗോൾ പണിതിട്ടുണ്ട്. അവർ താമസിക്കുന്നത് പഴയ സഭാഗോളിലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു ജനറൽ വാർഡ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ആ സഭാഗോളിന് വേറെ റൂമുകളൊന്നും ഇല്ലല്ലോ, സഭാഗോളായിട്ട് പണിതത്. അതിനകത്ത് അപ്പുറം ഇപ്പുറയും കുറച്ച് കട്ടിൽ കിടപ്പുണ്ട്, കുറേ തുണികളെല്ലാം അവിടെ വാരി കൂട്ടിയിട്ടുണ്ട്. ഒരു മൂലയ്ക്ക് അടുക്കളയുണ്ട്, അവിടെ കുറേ പാത്രങ്ങൾ നിരത്തിയിട്ടുണ്ട്. ആ അമ്മാമ്മയുടെ കൈ ഇങ്ങനെ വിറയ്ക്കുകയാണ്. 80 വയസ്സിന് മേളിലാണ്. എനിക്ക് തോന്നുന്നില്ല അപ്പച്ചനും പോലും ഒരു ഗ്ലാസ് വെള്ളം അമർത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണെന്ന് തോന്നുന്നില്ല. ഞാൻ അവരുടെ ഫോട്ടോ എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ ഗ്രൂപ്പിൽ ഇട്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പച്ചനും തീരെ വയ്യ, അദ്ദേഹത്തിന് നടക്കാനൊന്നും പറ്റുന്നില്ല. ഏതാണ്ട് 40-ലധികം വർഷത്തോളമായി താൻ കർത്താവിന്റെ വേല അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവരായിരിക്കുന്ന കുറച്ച് വിശ്വാസികളാണ് അവിടെയുള്ളത്. വളരെ കണ്ടിട്ട് ഹൃദയം തകർന്നു പോയതായിരിക്കുന്ന ഒരു രംഗമാണ്. തന്റെ തൊട്ട് മുന്നിലാണ് സഭാകുള ആരാധന നടക്കുന്നത്. തന്റെ മകൻ ഒരു ഓട്ടോറിക്ഷയുണ്ട്. ആ മകൻ ഈ വീട്ടിൽ നിന്ന് തന്നെ ആ ഓട്ടോറിക്ഷ കയറ്റി അപ്പുറേ നേരെ തൊട്ട് മുന്നിലുണ്ടായിരിക്കുന്ന സഭാകുളിൽ കൊണ്ടേയാക്കും. താൻ അവിടെ പോയി ദൈവത്തോട് ചേർന്ന് ആരാധിച്ച് അവിടെ ഇരുന്നാണ് താൻ ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ അടുത്ത ജില്ലയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ അവസാനം അവിടുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ 2 വാക്കുകൾ വളരെ ടച്ചിങ് ആയിട്ടുള്ള വാക്കുകൾ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു സമയം കണ്ടെത്തി വന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് ധാരാളം പ്രതിഫലം നൽകട്ടെ. ഞാൻ വിചാരിക്കുന്നു അതിനും കൂടുതൽ വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കാനായിട്ടില്ല. ആ പ്രിയപ്പെട്ടവർ ഞങ്ങൾ പോകുമ്പോൾ കരയുകയാണ്. അതിന്നും ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ കർത്താവിന്റെ വേലയിൽ ഇന്നും പ്രയാസപ്പെടുന്ന, തങ്ങൾ വിശ്വസിച്ചതായിരിക്കുന്ന ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ആ വിശ്വാസത്തിന് വേണ്ടി അവർ ഇന്നും ജീവിക്കുന്നു. അവർക്കൊന്നും ഭൗതികമായിട്ടൊന്നും വലിയതൊന്നും എടുത്തു പറയാനായിട്ടില്ല. പക്ഷെ അവര് അറിഞ്ഞ സത്യത്തിന് വേണ്ടി കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് അവരൊക്കെ ജീവിക്കുകയാണ്. നമ്മൾ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം, അവരെയൊക്കെ പോയി കാണാം. അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നാം ചെയ്യണം. ഈ മിനിമം കാര്യങ്ങൾ എടക്കര സഭയിൽ നിന്ന് ഉണ്ടാകണം എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് സാധിക്കും. നമ്മൾ
വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല. ദൈവം ആ നിലയിൽ നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ബലപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ യുവാക്കന്മാരെ ബലപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സഭയ്ക്ക് അത് സാധിക്കും. നമുക്ക് ദൈവം തരുന്നതായിരിക്കുന്ന സാമ്പത്തിക നന്മകളൊക്കെ നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് എടുത്ത് അതിന്റെ സെക്രട്ടറി ആയിട്ടും പ്രസിഡന്റായിട്ടും ട്രഷററായിട്ടൊക്കെ തുടരാൻ നമുക്ക് എളുപ്പമാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്, സിസ്റ്റമാറ്റിക്കലി കാര്യങ്ങൾ പോകും. പക്ഷെ അതിനൊക്കെ ഉപരിയായി ദൈവം നമുക്ക് നൽകുന്ന ഭൗതിക നന്മകൾ കൂട്ടിയിടാതെ അത് കർത്താവിന്റെ വേലയ്ക്കും രോഗികളായിരിക്കുന്നവർക്കും ബലഹീനരായിരിക്കുന്നവരിലൊക്കെ എത്തിച്ചേരുമ്പോൾ അത് തീർച്ചയായിട്ടും നിത്യമായ നന്മകളായിട്ട് പ്രതിഫലങ്ങളായിട്ട് രൂപപ്പെടുമെന്നുള്ളതിന് സംശയമില്ല എന്നുള്ളതാണ്. അനേക രോഗികളെ ഞങ്ങൾ കണ്ടു. അതില് കുടിയാൻമലയിൽ ഞങ്ങൾ ചെന്നപ്പോൾ 23 വർഷമായിട്ട് കിടപ്പിലായിരിക്കുന്ന ക്ലാരൻസ് സഹോദരി, പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അവരുടെ മകനും സുവിശേഷകനാണ്. കത്തോലിക്കയിൽ നിന്ന് വളരെ പ്രതികൂലം സഹിച്ച് ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് അന്നത്തെ കാലത്ത് തുണിക്കടയുണ്ട്, ടൈലറിൽ കോച്ചിങ് ഉണ്ടായിരുന്നു. വളരെ തിരക്ക് പിടിച്ച ഒരു ജീവിതമുള്ള ഒരു സ്ത്രീയാണ്. എന്നാൽ കർത്താവ് തന്നോട് ഇടപെട്ടു, ലുദിയ രക്ഷിക്കപ്പെട്ടു വരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ വിശ്വാസത്തിന് വേണ്ടി ഏകയായി ത്യാഗം സഹിച്ചു. ആ സഹോദരി ഏതാണ്ട് 1.5 മണിക്കൂറോളം ഞങ്ങളോട് തുടർച്ചയായിട്ട് സംസാരിച്ചു. ഞങ്ങൾക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് വന്നു. പുള്ളിക്കാരത്തി ചെന്നപ്പോൾ മുതൽ അനുഭവങ്ങൾ പറഞ്ഞ് ഞങ്ങളോട് ഇരുന്ന് കേൾക്കാനായിട്ട് ഇടയായിത്തീരും. വളരെ വളരെ ധൈര്യത്തോടുകൂടെ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിച്ച ഒരു സഹോദരി. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവമക്കളുമായിട്ട് ആരാധിക്കാൻ പോകാൻ വേണ്ടി തന്റെ ഭർത്താവ് മുഴുക്കുടിയനാണ്. ആ സഹോദരി ഭർത്താവിനോട് പറഞ്ഞു, എന്നെ ആരാധനയ്ക്ക് അവരുടെ ഇടയിൽ കൊണ്ടയാക്കണം. അതിന് പകരമായിട്ട് പുള്ളിക്കാരത്തി ഭർത്താവിനോട് പറഞ്ഞ കാര്യമാണ്, പുള്ളിക്കാരത്തി പറഞ്ഞു, എന്റെ കഴുത്തിലുള്ള സ്വർണം, എന്റെ കാതിലുള്ള സ്വർണം, എന്റെ കയ്യിലുള്ള സ്വർണമെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. പുള്ളി കുടിയനാ, പുള്ളിക്ക് അതാണ് ആവശ്യം. എന്നെ ആരാധനയ്ക്ക് അവരുടെ കൂടെ കൊണ്ടയാക്കിയാൽ മതി. അങ്ങനെ പുള്ളിക്കാരത്തി സകലത് മൂരി തന്റെ ഭർത്താവിന് കൊടുത്തിട്ട് വിശ്വാസികളുമായിട്ട് ആരാധിക്കാൻ പോയി. ഇന്ന് ആ സഹോദരിയുടെ മകൻ ജോമോൻ എന്ന് പറയും, കുഞ്ഞാമല, താൻ കർത്താവിന് വേല ചെയ്യുന്നു. കർത്താവ് പിന്നീട് താൻ മരിക്കുന്നതിന് 24 മണിക്കൂർ മുമ്പാണ് കർത്താവിനെ സ്വീകരിച്ചതെന്നാണ് ആ സഹോദരി പറഞ്ഞത്. ഇതൊക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ, കാണാൻ ഒക്കെ ഇടയായത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞാൻ പറഞ്ഞതിന് ചുരുക്കം, നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ വളരെ ഭാരത്തോടുകൂടെ നാം ചെയ്യാനായിട്ട് ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. നാം തിരുവഴുത്തിൽ വായിക്കുന്നത് ആരും ക്ലോക്ക് നോക്കണ്ട, എന്റെ സമയത്ത് ഞാൻ സമാപിപ്പിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തിരുവഴുത്തിൽ നാം വായിക്കുന്ന ഒരു വാക്യമുണ്ട്, ധാന്യം കൂട്ടിവെക്കുന്നവനെ, ബാക്കിയറിയാം വാക്യം സദൃശവാക്യങ്ങൾ. ഞാൻ രാവിലെ മുതൽ ആ വാക്യം നോക്കിയിട്ട് എനിക്ക് കറക്റ്റ് കിട്ടിയില്ല. സദൃശവാക്യങ്ങളാണെന്ന് എന്റെ ഓർമ്മ. ധാന്യം കൂട്ടിയിടുന്നവനെ ജനങ്ങൾ ശപിക്കും. ഇത് നമ്മൾ എപ്പോഴും ഓർക്കണം. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആവശ്യത്തിലാണ്, ചുറ്റുപാടും അനേകര് ആവശ്യത്തിന്റെ മുൻപിലാണ്. ചിലർക്ക് ട്രീറ്റ്മെന്റിന് പൈസയില്ല, ചിലർക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ പൈസയില്ല, ചിലർ വീടിന്റെ പണി തുടങ്ങിയെങ്കിലും പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വ്യത്യസ്ത നിലകളിൽ നമ്മുടെ ഇടയിൽ സാമ്പത്തികമായിരിക്കുന്ന ആവശ്യങ്ങളാൽ ഞെരുങ്ങുന്ന അനേകരുണ്ട്. കേവലം ദേവദാസന്മാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അനേക വിശ്വാസികളുണ്ട്. ആ സമയത്ത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഭൗതിക നന്മകളെ നാം സേഫായിട്ട് വെക്കുവാനല്ല ചിന്തിക്കേണ്ടത്. അങ്ങനെ കൂട്ടിയിടുന്ന ഒരു അവസ്ഥ വന്നാൽ ജനങ്ങൾ അവനെ ശപിക്കും. ഒരുപക്ഷെ ഈ പറയുന്ന ആളുകൾക്കൊന്നും നമ്മെ അറിയത്തില്ല, പക്ഷെ അവരുടെ കണ്ണുനീരും അവരുടെ വേദനയും അവരുടെ നിലവിളിയൊക്കെ എവിടെയായിട്ട് ചെല്ലും? ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അത് നമുക്കുള്ള ദോഷമായി തീരാനായിട്ടിടയായി തീരരുത്. അതുകൊണ്ട് നാം ധാന്യം കൂട്ടിയിടുന്നവരായിട്ടല്ല, മറിച്ച് ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അതിനെ നല്ല ഗ്രഹവിചാരകന്മാരായിട്ട് അവർക്ക് പകുത്തു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇത് വെച്ചിട്ട് നമ്മളെവിടെ കൊണ്ടുപോകാനൊന്നും അല്ലല്ലോ. നമ്മളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളുകളാണ് കർത്താവ് ഇപ്പൊ തന്നെ വരുന്നത്, ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകൾ, അത് വ്യക്തിപരമാകട്ടെ സഭാപരമായതാകട്ടെ, അത് കൂട്ടിയിടുക എന്നുള്ളത് ദൈവവചനം ഒരിക്കലും നമുക്ക് അനുവാദം നൽകുന്ന കാര്യമല്ല. അങ്ങനെ നാം ചെയ്യുമ്പോൾ, സഭയായിട്ട് നാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം സഭയെ അനുഗ്രഹിക്കും. ധാരാളമായി ദൈവസഭയിലേക്ക് ഭൗതികമായ നന്മകൾ ഉണ്ടാകുവാൻ ദൈവം പ്രവർത്തിക്കും. നമുക്കറിയാലോ, മലാക്കിയുടെ പുസ്തകത്തിൽ ദൈവം നമ്മളോട് ദൈവത്തെ പരീക്ഷിക്കാൻ പറയുന്ന ഏക കാര്യം എന്താണെന്ന് അറിയാം. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നാണ്. നാം എല്ലാ
വായിക്കുന്നത്. പക്ഷേ മലാഖിയിൽ ഇസ്രായേലിനോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ. ഏത് കാര്യത്തില? ദശാംശത്തിലും വഴിപാടിലും. നിങ്ങളത് കൊണ്ടുവരുന്നുവെങ്കിൽ, എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിനായിട്ട് നിങ്ങളത് കൊണ്ടുവരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പരീക്ഷിച്ചു നോക്കണം. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എങ്ങനെ അനുഗ്രഹിക്കും? നിങ്ങൾക്ക് സ്ഥലം ഇല്ലാതെ പോരാതെ വണ്ണം. പ്രിയമുള്ളവരെ, വ്യക്തിപരമായിട്ടോ കുടുംബമായിട്ടോ നാം ചെയ്യുന്നതിൽ ദൈവം നമുക്ക് തീർച്ചയായിട്ടും അനുഗ്രഹം നൽകും. പോരാ, സഭയായിട്ട് നാം ചെയ്യുന്നതിൽ സഭയെ ദൈവം അനുഗ്രഹിക്കും. അത് നാം തിരിച്ചറിഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുള്ളതായിരിക്കുന്ന ആവശ്യത്തിലിരിക്കുന്ന ദൈവദാസന്മാരാകട്ടെ, വിശ്വാസികളാകട്ടെ, രോഗികളാകട്ടെ, അവരെ കരുതുവാൻ നമുക്കിടയായി തീരട്ടെ. ഞാനിവിടെ എടുക്കുന്ന വിഷയം ഇന്നൊന്നും തീരത്തില്ല. അങ്ങനെ ഒരു വിഷയമല്ല എന്റെ മുൻപിലുള്ളത്. ഞാൻ ഈ കാര്യങ്ങൾ ഒരു ഇടക്കര സഭയുടെ അറിവിനും ഉണർവിനും പ്രോത്സാഹനത്തിനുമായിട്ട് പറഞ്ഞതാണ്. ആ നിലയിൽ നമ്മുടെ കണ്ണുകളെ ഉയർത്തി നോക്കി ചുറ്റുപാടുമുള്ളതൊക്കെ ഒന്ന് കാണുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 2-3 ചിന്തകൾ മാത്രം പറയാനുള്ള സമയമേ എന്റെ മുൻപാകെ ഉള്ളൂ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ളതായിരിക്കുന്ന വാക്യം. ആ ഒരു വാക്ക് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 3-ാം വാക്യത്തിന്റെ നടുവിലുള്ള വാക്യം, അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുക. ദൈവമക്കൾ ഐക്യതയിൽ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്. ഐക്യതയിൽ നാം ജീവിക്കണം. ദൈവസഭയിൽ നാം ആയിരിക്കുമ്പോൾ ബാഹ്യമായിരിക്കുന്ന കുറെ കാര്യങ്ങൾ നാം ചെയ്യുന്നത് കൊണ്ട് ഐക്യത നമുക്ക് മാനസികമായിട്ട് അനുഭവിക്കാനായിട്ട് കഴിയുകയില്ല. നമ്മൾ ഒത്തൊരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഉള്ളിൽ ഐക്യത ഉണ്ടാകണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഒരേ കാര്യങ്ങൾ നമ്മൾ കഴിവുള്ളതായിരിക്കുന്ന കൃപയുള്ളതായിരിക്കുന്ന ആളുകൾ ഒരുമിച്ച് നിന്ന് ചെയ്യുന്നത് കൊണ്ട് ഐക്യത ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഐക്യതയ്ക്ക് ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഭാഗത്തേക്കെല്ലാം പോകാനായിട്ട് കഴിയില്ലെങ്കിലും ഞാൻ ആ ഒരു വാക്കിൽ നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നാണ് പൗലോസ് പറയുന്നത്? ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ, സൂക്ഷിക്കാൻ ശ്രമിക്കണം എന്ന് പറയുകയാണ്. ഏത് കോണ്ടെക്സ്റ്റിലാണ് പൗലോസ് ഈ കാര്യം പറയുന്നറിയാമോ? അതിന്റെ പിന്നിലുള്ളതായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 2-ാം അധ്യായത്തിന്റെ 14 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ നാം വായിക്കുമ്പോഴാണ്. 2-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. 15-ാം വാക്യം, സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി. 16-ാം വാക്യം, ക്രൂശന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏകശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. 18-ാം വാക്യം, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. 21-ാം വാക്യം, അവരിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. 22-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ പണിതു വരുന്നു എന്നാണ്. ഒന്നിച്ച് പണിതു വരുന്നു. അപ്പൊ ഇവിടെ നാം ആവർത്തിച്ചു വായിച്ച വാക്കുകളാണ് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. അവൻ ഇരുപക്ഷത്തെയും എന്നുള്ള വാക്കുകൾ 14-ാം വാക്യത്തിലുണ്ട്, 15-ാം വാക്യത്തിലുണ്ട്, 16-ാം വാക്യത്തിലുണ്ട്, 18-ാം വാക്യത്തിലുണ്ട്. ഇരുപക്ഷത്തെയും ഒന്നാക്കിയതായിരിക്കുന്ന അനുഭവം. അങ്ങനെ അവരെ ഒന്നാക്കിയതിനു ശേഷം 21-ാം വാക്യത്തെ വായിക്കുകയാണ്, അവരിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് ഒരുമിച്ച്. 22-ാം വാക്യത്തിന്റെ അവസാനത്തിൽ അത് തന്നെ പറയുന്നത്, ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പൊ ആത്മാവിന്റെ ഐക്യത എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് പക്ഷത്ത് രണ്ടായി നിൽക്കുന്നതല്ല. അതാണ് കൊരിന്ത സഭയിൽ സംഭവിച്ചത്, അല്ലെ? ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, പിന്നെ ഞാന് പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാന്
ക്രിസ്തുവിന്റെ പക്ഷക്കാർ. ഇത് നമ്മുടെ സ്ഥലം സഭയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷം പിടിച്ച് ഒന്നിനോടൊന്ന് ചേരാതെ പുറമേ നോക്കുമ്പം കൈ കൊടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഒരുമിച്ചാണ് ചെയ്യുന്നതെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എന്തില്ല? ഐക്യതയില്ല. അങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ ഐക്യതയില്ലാതെ പരസ്പര വിരുദ്ധമായി ചിന്തിക്കുകയും അഭിപ്രായങ്ങളിൽ ഒന്നാകാൻ കഴിയാതെ ഇരിക്കുന്നു. അതേസമയം പുറമേ നോക്കുമ്പോഴോ ഒരേ സഭാകളിൽ ആരാധിക്കുന്നവരാണ്, ഒരേ ശുശ്രൂഷയ്ക്ക് ഒരുമിച്ച് പോകുന്നവരാണ്, ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നവരാണ്. അങ്ങനെ പുറമേ നോക്കുമ്പോൾ എന്താ? നമ്മളെല്ലാം ഒന്നാമെന്ന് പറയുകയും അതേസമയം അകത്ത് നമ്മൾ പല പക്ഷങ്ങളായി നിൽക്കുകയും ചെയ്യുന്ന രീതി. ദൈവസഭ കർത്താവ് അങ്ങനല്ല പണിയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് യഹൂദനെയും യവനനെയും ദൈവത്തെയും മനുഷ്യനെയും ഒക്കെ രണ്ട് പക്ഷത്തെയും ഒന്നിച്ച് ക്രിസ്തുവാകുന്ന സഭയിലേക്ക് ചേർത്ത വിഷയങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് പൗലോസ് 4-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ ശ്രമിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല പക്ഷത്തായിരുന്നു. ക്രിസ്തുവില്ലാത്തവരായിരുന്നു, ദൈവമായിട്ട് ബന്ധമില്ലായിരുന്നു, ഇസ്രായേലിനോട് നിങ്ങൾക്ക് ബന്ധമൊന്നുമില്ലായിരുന്നു. പക്ഷേ യേശു ക്രിസ്തുവിന്റെ വരവിനാലും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതിനാലും യഹൂദനാകട്ടെ, ദാസനാകട്ടെ, സ്വതന്ത്രനാകട്ടെ, ഇന്ന് എല്ലാവരും എന്താണ്? യേശു ക്രിസ്തുവാകുന്ന ആ സഭയുടെ ശരീരത്തിൽ ഒന്നാക്കി ദൈവം തീർത്തത് കൊണ്ട് ആ ഒരുമ, ആ ഐക്യത നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകണം. അത് നിങ്ങൾ സൂക്ഷിക്കാൻ എന്ത് ചെയ്യണം? ശ്രമിക്കണമെന്ന പൗലോസ് പറയുന്നത്. അതിനാവശ്യമായിരിക്കുന്ന 3-4 ഘടകങ്ങൾ ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാം വായിച്ചതിന്റെ താഴെയുള്ള ഭാഗങ്ങൾ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചിരിക്കുന്നു. അപ്പൊ ഈ ആത്മാവിന്റെ ഐക്യത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതിന്റെ കാരണം പറയാണ് അവിടെ. അതിന്റെ ഒന്നാമത്തെ കാരണം നമ്മുടെ പ്രത്യാശ എങ്ങനെയുള്ള ഒന്നാണ്, ഏകമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലേ? ഒന്നിലെന്താ നാം വായിക്കുന്നേ? കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ഇനിയും എന്താകുമെന്ന് ഇതുവരെ നമുക്ക് വെളിപ്പെട്ടിട്ടില്ല, പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ തന്നെ ആകുമെന്ന് നാം പ്രത്യാശിക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവിന്റെ വരവാണ്. ആ കർത്താവിനെ പോലെ നാം ആയിത്തീരുവാനായിട്ട് പോവുകയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കുമുള്ള പ്രത്യാശ അത് വ്യത്യസ്തങ്ങളല്ല, മറിച്ച് എത്രയാണ്? ഒന്നാണ്. അപ്പൊ പ്രത്യാശ ഒന്നായിരിക്കുന്നത് കൊണ്ട് നാം ഈ ലോക ജീവിതത്തിൽ അനുദിന ജീവിതത്തിലും ഐക്യതയുള്ളവരായിട്ട് ജീവിക്കണമെന്ന് പൗലോസ് ഓർമ്മിക്കുകയാണ്. 2, അതിന്റെ 1 കൊരിന്ത്യർ 12-ാം അധ്യായം 13 വാക്യം താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ 4-ാം വാക്യം വായിച്ചേ. ശരീരം എത്രയാ? 1 അല്ലെ? നമുക്കെല്ലാം വ്യത്യസ്തങ്ങളായ ശരീരമുണ്ട്. നമ്മുടെ ശരീരത്തെ കുറിച്ചല്ല അവിടെ പറഞ്ഞത്. പിന്നെയോ ഏതാ ശരീരം? ക്രിസ്തുവിന്റെ സഭയാകുന്ന ശരീരം. അതിനകത്ത് യഹൂദന്റെ വ്യത്യാസമില്ല, യവനന്റെ വ്യത്യാസമില്ല, ദാസന്റെ വ്യത്യാസമില്ല, അന്യജാതിയുടെ വ്യത്യാസമില്ല. യേശു ക്രിസ്തുവിൽ കാലാകാലങ്ങളായി വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട സാർവത്രിക സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തെ നമ്മുടെ മുൻപാകെ പൗലോസ് കൊണ്ടത് പറയാണ്, ശരീരം ഒന്നാണ്. ഞാനും നിങ്ങളും, വെളുത്തവനായാലും കറുത്തവനായാലും ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവനായാലും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നുള്ള ഏക കാരണത്താൽ ആ സാർവത്രിക സഭയാകുന്ന ശരീരത്തിന്റെ അംഗമാണ് നാം. കൊരിന്ത്യർ പൗലോസ് അത് വിവരിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലേക്ക് നാം ചെല്ലുമ്പോൾ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ പെട്ടെന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 13-ാം വാക്യം. നാം എല്ലാവരും ഏക ശരീരമാകുവാന് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. അപ്പോ ആ ശരീരത്തിന്റെ, ക്രിസ്തുവിന്റെ സഭയാകുന്ന, സാർവത്രിക സഭയാകുന്ന ശരീരത്തിന്റെ അവയവമാക്കി നമ്മെ ഒന്നാക്കി തീർക്കുന്നത് ആരാണ്?
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. റോമാലേഖനത്തിൽ പൗലോസ് വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ഇവിടെ അതിന്റെ താഴെ നാം എന്താ വായിക്കുന്നത്? നിങ്ങളെ വിളിച്ചപ്പോൾ പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്. പ്രത്യാശ ഒന്നാണ്, പിന്നെ ശരീരം ഒന്നാണ്, പിന്നെ ആത്മാവ് ഒന്നാണ്. എന്നിലും നിങ്ങളിലും സഭയിലും വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്നാണ്. എന്നിലുള്ള പരിശുദ്ധാത്മാവ് വേറെയും നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് വേറെയുമല്ല. നമ്മളിലെല്ലാം വ്യാപരിക്കുന്ന വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്നാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, 1 കൊരിന്ത്യർ 3:16, 6:19 നാം അത് വായിക്കുന്നുണ്ട്. വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. നമ്മുടെ ശരീരത്തിൽ ആര് വസിക്കുന്നു? ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. അതുകൊണ്ട് 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോ പ്രത്യാശ ഒന്നാണ്, ശരീരം ഒന്നാണ്, ആത്മാവ് ഒന്നാണ്. പിന്നെ നമ്മൾ വായിക്കുന്നത് 4-ാം വാക്യം, എഫേസ്യർ 4:4. ആത്മാവ് ഒന്ന്, പിന്നെ ആ ഭാഗം നിങ്ങൾ വിടണ്ട, അങ്ങോട്ട് ഇങ്ങോട്ട് മറിക്കണ്ട, ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ആ ഭാഗം വായിച്ചാൽ മതി. എഫേസ്യർ 4-ാം അധ്യായത്തിൽ 4-ാം വാക്യം, കർത്താവ് ഒരുവൻ. ഈ കർത്താവുമായിട്ട് നമ്മൾ എപ്പോഴാ പരിചയപ്പെട്ടെ? റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് കാണാതറിയാമല്ലോ അല്ലെ? യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവമോനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ആ രക്ഷിക്കപ്പെട്ട അന്ന് ഈ കർത്താവ് എന്റെ കർത്താവായി തീർന്നു. 81-ൽ ഈ കർത്താവ് എന്റെ കർത്താവായി തീർന്നു. ഒരുപക്ഷെ ഒരുവൻ 90-ലായിരിക്കാം രക്ഷിക്കപ്പെട്ടത്. അന്ന് അവന്റെ കർത്താവായി ആ കർത്താവ് തീർന്നു. ഒരുപക്ഷെ 50 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ട ഒരാള് അന്ന് അവൻ ആ കർത്താവായി തീർന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും കർത്താവ് പലതുണ്ടോ? 50-ലെ കർത്താവും 80-ലെ കർത്താവും 90-ലെ കർത്താവും 2025-ലെ കർത്താവും വ്യത്യസ്തങ്ങളാണോ? അല്ല, ഏക കർത്താവ് എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും നമ്മുടെ ജീവിതത്തെ ഒരു വ്യക്തിയുടെ കർത്തൃത്വത്തിന്റെ കീഴിൽ, അവന്റെ നടത്തിപ്പിന്റെ നിയന്ത്രണത്തിന്റെ കീഴിൽ ഫലമേൽപ്പിച്ചവരാണ്. അവന്റെ നിർദ്ദേശം അനുസരിച്ചാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അങ്ങനെ ആ കർത്താവിന് വിധേയപ്പെട്ട്, കർത്തൃത്വത്തിന് വിധേയപ്പെട്ട് അവനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ, അങ്ങനെ ജീവിക്കുന്ന ദൈവമക്കൾ തമ്മിൽ ഉണ്ടാകുന്ന ഐക്യതയെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ഇനി താഴേക്ക് നാം വായിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഒന്ന്, നമുക്കുള്ള പ്രമാണം ഒന്ന് തന്നെയാണ്. നമ്മൾ ഏക വിശ്വാസമുള്ളത്. ആ വിശ്വാസത്തെ കുറിച്ച് യൂദായുടെ ലേഖനത്തെ വായിക്കുന്നുണ്ട്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. പിന്നെ താഴോട്ട് നാം വായിക്കുന്നു സ്നാനം ഒന്നാണ്. നമ്മൾ ജലത്തിൽ മുങ്ങി സ്നാനപ്പെട്ട സ്നാനമല്ല ഇവിടെ പറയുന്നത്, ആത്മാവിനാലുള്ള സ്നാനത്തെ കുറിച്ച് പറയാണ്. അവസാനം നമ്മൾ വായിക്കുന്നത് എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ യഹൂദനായാലും യവനനായാലും ദാസനായാലും സ്വതന്ത്രനായാലും നാം എല്ലാവരും ദൈവ കുടുംബത്തിലെ മക്കളാണ്. നമുക്കെല്ലാവർക്കും പിതാവ് ഒന്നാണ്. അതുകൊണ്ട് പൗലോസ് പറയാണ്, സമാധാന ബന്ധത്തിൽ ഐക്യതയെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. പ്രിയമുള്ളവരെ, പക്ഷം പിടിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. അത് നമുക്ക് ദോഷമാണ്, ശാപമാണ്. നമ്മുടെ തലമുറകൾക്ക് അത് ശാപമാണ്. അത് വിശേഷീകരണത്തിന് ഒരിക്കലും അനുകൂലമായൊന്നല്ല. ദൈവസഭയ്ക്ക് അതിന്റെ കെട്ടുറപ്പിനും വളർച്ചയ്ക്കും തടസ്സമായ ഒന്നാണെന്ന് മനസ്സിലാക്കി നാം ബാഹ്യമായി ഒരുമിച്ചെന്ന് കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ പിതാവ് ഒരുവനാണെന്ന് തിരിച്ചറിഞ്ഞ്, നമ്മുടെ കർത്താവ് ഒരുവനാണെന്ന് തിരിച്ചറിഞ്ഞ്, നാം എല്ലാവരും ഏകാത്മാവിനാൽ സ്നാനപ്പെട്ട് ഒരേ ആത്മാവാണ് നമ്മിൽ വസിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ഐക്യത, ആത്മാവിന്റെ ഐക്യത, ഹൃദയങ്ങൾ തമ്മിലുള്ള ഐക്യത, മാനസികമായിരിക്കുന്ന ആ ഒരുമ, അങ്ങനെ ഒരുമിച്ച് നിന്ന് നാം പണിയപ്പെടണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. ഇത് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് കൂടുതലായിട്ട് സഹായിക്കട്ടെ. ആ നിലയിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് കർത്താവ് വരുന്നത് വരെയും സുവിശേഷത്തിന് വേണ്ടിയും ദൈവസഭയുടെ കെട്ടുപണിക്ക് വേണ്ടിയും ഓരോ കുടുംബങ്ങളുടെയും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയും അവരുടെ ആത്മീയമാവട്ടെ ഭൗതികമാവട്ടെ ഏത് നിലയിലുള്ളതായിരിക്കുന്ന ആവശ്യങ്ങളിലുമാകട്ടെ ഒന്നായി നിന്ന് നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ അതിന്റെ അനുഗ്രഹവും സന്തോഷവും ഒക്കെ ഏറെ വലിയതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുക.